ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സെക്ഷനിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഗ്യാസ് സ്റ്റേറ്റുമായിട്ടുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് സ്റ്റേറ്റിൽ അവസാനമായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. Liquefaction of gases. പേര് തന്നെ ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് മാറ്ററിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കുറക്കണം. രണ്ട്, പ്രഷർ കൂട്ടണം. ഓക്കെ, ബൈ ലോവറിംഗ് ദി ടെമ്പറേച്ചർ ആൻഡ് ബൈ ഇൻക്രീസിംഗ് ദി പ്രഷർ വി ക്യാൻ ലിക്വിഫൈ ദി ഗ്യാസസ്. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കുറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ വിഗ്രസ് ആയിട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടായിരുന്ന ഗ്യാസ് മോളിക്യൂൾസ് സ്പീഡ് കുറഞ്ഞ് മെല്ലെ, എന്താ പറയുക, ചെറിയ വെലോസിറ്റിയിൽ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അടുത്തടുത്ത് വരും. അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ അവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടാൻ തുടങ്ങും. ഓർമ്മയില്ലേ? ഇന്റർ അറ്റോമിക് അട്രാക്റ്റീവ് ഫോഴ്സ്, ഇന്റർ മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ്, ഇന്റർ പാർട്ടിക്കിൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നൊക്കെ നമ്മൾ വിളിച്ച ആദ്യം പറഞ്ഞ സാധനം. മോളിക്യൂളുകൾക്കിടയിലുള്ള ആ ഫോഴ്സ് ഡിസ്റ്റൻസ് കുറയുമ്പോൾ ആ ഫോഴ്സ് കൂടാൻ തുടങ്ങും. അങ്ങനെ ഇന്ററാക്ഷൻ കൂടി അവസാനം അവർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ്, എങ്ങനെയാണ് ലിക്വിഫാക്ഷൻ നടത്തുന്നത്? ബൈ ലോവറിംഗ് ദി ടെമ്പറേച്ചർ ആൻഡ് ബൈ ഇൻക്രീസിംഗ് ദി പ്രഷർ. ഓക്കെ, ഏത് ഗ്യാസിനെ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാം. ലിക്വിഡ് എയർ കേട്ടിട്ടുണ്ടാകും. ആ എയറിൽ തന്നെ ലിക്വിഡ് നൈട്രജൻ കേട്ടിട്ടുണ്ടാവും, ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഹൈഡ്രജൻ. ഓക്കെ, ഇതെല്ലാം ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ഗ്യാസുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഫാക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ലിക്വിഫാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട 4 ടേമുകളുണ്ട്. അത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പറയട്ടെ. ഒന്നാമത്, എന്തായാലും ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കുറച്ചേ മതിയാവും. ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഏത് ഗ്യാസിന്റെ ആണെങ്കിലും ഇത് ബാധകമാണ്. ഇങ്ങനെ ടെമ്പറേച്ചർ കുറച്ചിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ ലിക്വിഫാക്ഷൻ സാധ്യമാവൂ. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ടെമ്പറേച്ചർ, ഒരു പ്രത്യേക ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ടെമ്പറേച്ചറിലേക്ക് തണുപ്പിച്ച ശേഷം പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ ലിക്വിഫാക്ഷൻ സാധ്യമാവുകയുള്ളൂ. ആ പ്രത്യേകമായിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ആ ടെമ്പറേച്ചറിൻ്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് TC. അപ്പൊ എന്താണത് എന്ന് പറഞ്ഞ്, ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചർ ബിലോ വിച്ച് ലിക്വിഫാക്ഷൻ ഈസ് പോസിബിൾ. അതിന് താഴെ മാത്രമേ, അറ്റ് വിച്ച് ലിക്വിഫാക്ഷൻ ഈസ് പോസിബിൾ. ആ ടെമ്പറേച്ചറിലോ അതിന് താഴെയുള്ള ടെമ്പറേച്ചറിലോ ലിക്വിഫാക്ഷൻ പോസിബിൾ ആണ്. ഓക്കെ, അതിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ Pc4 കാർബൺ ഡൈ ഓക്സൈഡ് is 31.5 degrees Celsius. Sorry, 31.1 degrees Celsius. നിങ്ങളുടെ കയ്യിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് 45 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത് വിചാരിക്കാം. 45 ഡിഗ്രി സെൽഷ്യസിൽ
കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഇതിലേക്ക് ഹൈ പ്രഷർ അപ്ലൈ ചെയ്യും. നല്ലോണം പ്രഷർ അപ്ലൈ ചെയ്തെന്നൊക്കെ അത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യും. ഇത് കണ്ടെയ്നറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മോളിക്യൂളാണ് ഇതെന്ന് വിചാരിക്കുക. ഇതിന് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ പിസ്റ്റൺ ഉപയോഗിച്ച് അമർത്തി, അതായത് പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസിനെ വളരെയധികം പ്രഷർ ഉപയോഗിച്ചിട്ട് അടിച്ചമർത്തി വളരെ അടുത്ത്, അപ്പൊ എന്താ സംഭവിക്കും, ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം വളരെ അടുത്തേക്ക് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കൂടിയിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെ ലിക്വിഫാക്ഷൻ സാധ്യമാവില്ല. അത് വളരെയധികം കംപ്രസ് ചെയ്യപ്പെട്ട ഗ്യാസ് ആയിട്ട് തന്നെ നിൽക്കും. എന്താവില്ല, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലിക്വിഫൈ ചെയ്യില്ല. കാരണം എന്തെന്നറിയാമോ, അതിന്റെ ടെമ്പറേച്ചർ ഇപ്പോൾ 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇതിന് ലിക്വിഫാക്ഷൻ നടക്കണമെന്ന് എന്ത് വേണമെന്നറിയാവോ? ലിക്വിഫാക്ഷൻ നടക്കണമെന്ന് എന്ത് വേണമെന്നറിയാവോ? എന്തായാലും 31.1 ഡിഗ്രി സെൽഷ്യസിലേക്കോ അതിന് താഴെയുള്ള ടെമ്പറേച്ചറിലേക്കോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ എത്തിച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ ലിക്വിഫാക്ഷൻ സാധ്യമാവുള്ളൂ. Okay, so the critical temperature is a characteristic temperature above which liquefaction is not possible, how matter high the pressure may be. Okay, അതിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ലിക്വിഫാക്ഷൻ നടക്കത്തില്ല. ഒന്നുകൂടി, ഗ്യാസിന്റെ ലിക്വിഫാക്ഷൻ നടക്കണമെങ്കിൽ ഗ്യാസിന് ഒരു പ്രത്യേകമായ ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അത് താഴെയുള്ള ടെമ്പറേച്ചറിൽ എത്തിച്ചിട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എത്ര പ്രഷർ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ലിക്വിഫാക്ഷൻ സാധ്യമാവില്ല. ആ ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിന്റെ പേരാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഗ്യാസിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 31.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിന്റെ മീനിങ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ 31.1 ഡിഗ്രി സെൽഷ്യസിലേക്കോ അതിന് താഴെയുള്ള ടെമ്പറേച്ചറിലേക്കോ എത്തിച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ലിക്വിഫാക്ഷൻ സംഭവിക്കത്തുള്ളൂ. ഇതിന്റെ തൊട്ട് മുകളിലുള്ള 31.2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചു, തണുപ്പിച്ചിട്ട് 31.2 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിച്ചു. കാര്യമില്ല, എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസായിട്ട് തന്നെ നിലകൊള്ളൂ. Okay, for example, ammonia gas and the critical temperature. Ammonia gas and the critical temperature 132 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിങ്ങളുടെ കയ്യിൽ അമോണിയ ഗ്യാസ് ഉണ്ട്, which is at 28 ഡിഗ്രി സെൽഷ്യസ്. 28 ഡിഗ്രി സെൽഷ്യസിൽ അമോണിയ ഗ്യാസ് ഉണ്ട്. ഈ 28 ഡിഗ്രി സെൽഷ്യസിലുള്ള അമോണിയ ഗ്യാസിനെ നിങ്ങൾ പ്രഷർ ഉപയോഗിച്ചിട്ട് അടിച്ചമർത്തി ഹൈ പ്രഷർ എക്സർട്ട് അമോണിയ ഗ്യാസ് ലിക്വിഫൈ ചെയ്യുമോ? പറയും, ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. എന്തുകൊണ്ട്? ആ അമോണിയ ഗ്യാസ് ഇപ്പോഴുള്ളത് അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും ചെറിയ ടെമ്പറേച്ചറിലാണ്. ആ അമോണിയ ഗ്യാസ് 130 ഡിഗ്രി സെൽഷ്യസിലാണുള്ളത് എങ്കിൽ ലിക്വിഫാക്ഷൻ സാധ്യമാവുമോ? പ്രഷർ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? ഈ ടെമ്പറേച്ചർ ഡിസിക്ക് താഴെയാണ്. 132.4 ആയാലോ തീർച്ചയായിട്ടും സാധ്യമാണ്. കാരണം അത് 132 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. ഓക്കെ അല്ലേ? ഇനി 132.6 ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഫൈ ചെയ്യുമോ? ഇല്ല, കാരണം അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലാണ്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവില്ല ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പൊ ഞാൻ 2 ഗ്യാസുകളുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നിങ്ങൾക്ക് പറഞ്ഞു. 132.5 ഡിഗ്രി സെൽഷ്യസ് ആണ് അമോണിയയുടേത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് 31 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഞാൻ വേറെ 2 ഗ്യാസിനെ കൂടി പറയാം. TC ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ TC എന്ന് പറയുന്നത് 33.2 കെൽവിനാണ്. എന്ന് പറഞ്ഞാൽ -239.8 ഡിഗ്രി സെൽഷ്യസ്. വേറൊന്നും കൂടി പറയട്ടെ, ഹീലിയത്തിന്റെ 5.3 കെൽവിൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ -267.7 ഡിഗ്രി സെൽഷ്യസ്.
ടെമ്പറേച്ചറിലേക്ക് അതിനെ തണുപ്പിക്കണം. ഇതിന് മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ അതിനെ ലിക്വിഫൈ ചെയ്യാൻ സാധ്യമല്ല. ഇതിന് മുകളിലുള്ള ടെമ്പറേച്ചറിൽ അതിനെ ലിക്വിഫൈ ചെയ്യാൻ ലിക്വിഫൈ ചെയ്യാൻ സാധ്യമല്ല. ഈ പറയപ്പെട്ട 4 ഗ്യാസുകളിൽ ലിക്വിഫൈ ചെയ്യാൻ ഏറ്റവും ഈസിയായ ഗ്യാസ് ഏതാണ്? ഈ 4 എണ്ണത്തിൽ ലിക്വിഫാക്ഷൻ ഏറ്റവും ഈസിയായ ഗ്യാസ് ഏതാണ്? തീർച്ചയായിട്ടും ഏതാണ്? അമോണിയ. കാരണം എന്താ? സാധാരണ റൂം ടെമ്പറേച്ചർ, അതായത് നമ്മൾ ഇപ്പോഴുള്ള സാധാരണ ടെമ്പറേച്ചർ, അത് നമ്മൾ സാധാരണ എടുക്കുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 300 കെൽവിൻ ആയിട്ട് എടുക്കും. 298 കെൽവിൻ ആയിട്ട് എടുക്കാറും റൂം ടെമ്പറേച്ചർ. സാധാരണ നമ്മൾ ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലല്ലേ അല്ലെ? എന്ന് പറഞ്ഞാൽ അമോണിയ ഗ്യാസിനെ തണുപ്പിക്കേണ്ട കാര്യമില്ലടോ. അതിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉയർന്നതാണ്. ഈ ടെമ്പറേച്ചറിന് താഴെയുള്ള ഏത് ടെമ്പറേച്ചറിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ അതിനെന്താണ് ലിക്വിഫൈ ചെയ്യാം. ഈ ടെമ്പറേച്ചറിന് താഴെയുള്ളതല്ല ടെമ്പറേച്ചർ. അതുകൊണ്ട് അമോണിയ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ ഈസിയാണ്. പ്രത്യേകിച്ച് തണുപ്പിക്കൊന്നും വേണ്ട. അതിനുശേഷമാണ് ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം എന്താ? അതും നമ്മുടെ റൂം ടെമ്പറേച്ചറിന് മുകളിലാണ്. പ്രത്യേകിച്ച് തണുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്ത് നല്ല ചൂടുള്ള സമയമാണ് എങ്കിൽ 35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് പുറത്ത് ടെമ്പറേച്ചർ എങ്കിൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചാൽ മതി. അതേ സമയം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ വളരെ കുറവാണ് എങ്കിൽ ഗ്യാസിനെ തണുപ്പിച്ചിട്ട് അവിടെ എത്തിക്കണം. ഗ്യാസിനെ തണുപ്പിച്ചിട്ട് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാതെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്യാസുകളെ ലിക്വിഫൈ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഓർക്കുക, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിയ ഗ്യാസുകളാണെങ്കിൽ ലിക്വിഫാക്ഷൻ ഈസിയാണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറഞ്ഞ ഗ്യാസുകളാണെങ്കിൽ ലിക്വിഫാക്ഷൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനെ തണുപ്പിക്കുക കൂടി വേണം. എന്നിട്ട് ആ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണം, പ്രയാസമാണ്. ഓക്കെ അല്ലേ? അപ്പൊ സംഗതി ഇനി ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറുമായി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ലിക്വിഫാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 2-3 പുതിയ ടേമുകൾ പഠിക്കാറുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിലെ പുതിയ കാര്യം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കഴിഞ്ഞു. അങ്ങനെ ഒരു ഗ്യാസിന് ഞാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഹൈഡ്രജൻ ഗ്യാസ് അല്ല, ഹീലിയം ഗ്യാസ്, എളുപ്പമുള്ള അമോണിയ ഗ്യാസാണ്. ഈ അമോണിയ ഗ്യാസ് ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിലാണ്. TCക്ക് താഴെയല്ലേ? ഇതെന്താക്കണം? TCക്ക് താഴെ ആയാൽ മാത്രം മതിയാ? പ്രഷർ അപ്ലൈ ചെയ്യണ്ടേ വേണം. അപ്പൊ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തു. ലിക്വിഫാക്ഷൻ നടന്നില്ല. വീണ്ടും അപ്ലൈ ചെയ്തു. നടന്നില്ല. വീണ്ടും അപ്ലൈ ചെയ്തു. നടന്നു. ലിക്വിഫാക്ഷൻ നടന്നു. എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലോ അതിന് താഴെയോ ഉള്ള ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ഒരു മിനിമം പ്രഷർ അപ്ലൈ ചെയ്യണം. അതിനേക്കാൾ കുറവാണ് പ്രഷർ എങ്കിൽ ലിക്വിഫാക്ഷൻ നടക്കത്തില്ല. സോ ലിക്വിഫാക്ഷൻ നടക്കണമെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്യാസിനെ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു ഗ്യാസിന് ലിക്വിഫാക്ഷൻ നടക്കണമെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു മിനിമം പ്രഷർ ഉണ്ടല്ലോ, ആ മിനിമം പ്രഷറിന്റെ പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. ക്രിട്ടിക്കൽ പ്രഷർ. It is denoted as PC. Critical pressure PC. Okay? It is the minimum pressure that must be applied on gases in order to become liquefied. Okay? So the minimum pressure required for the liquefaction. Whether at critical temperature or below critical temperature is called a critical pressure. Clear alle? അങ്ങനെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ പ്രഷറും മനസ്സിലായി. ഞാൻ 31.1 ഡിഗ്രി സെൽഷ്യസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എടുത്തു.
ഞാനിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഇതിൻ്റെ ക്രിട്ടിക്കൽ പ്രഷറാണ്. സോ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ടെമ്പറേച്ചർ എത്ര? അതിൻ്റെ ടി സി. അതിൻ്റെ പ്രഷർ എത്ര? അതിൻ്റെ പി സി. ടി സിയിലും പി സിയിലുമാണ് ഇപ്പോൾ ആരുള്ളത്? മിസ്റ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എത്ര? ടി സി. പ്രഷർ എത്ര? പി സി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയാണെന്ന് അറിയോ? 1 mole. That means 1 mole carbon dioxide gas is present at TC and PC. ഇങ്ങനെ ടി സിയിലും പി സിയിലും എക്സിസ്റ്റ് ചെയ്യുന്ന 1 മോൾ ഗ്യാസിന്റെ വോളിയം എത്രയാണോ അതിന്റെ പേരാണ് ക്രിട്ടിക്കൽ വോളിയം. ക്രിട്ടിക്കൽ വോളിയം. സോ മൂന്നാമത് ക്രിട്ടിക്കൽ വോളിയം. ക്രിട്ടിക്കൽ വോളിയം VC. ഓക്കെ, ലാസ്റ്റ് ടേം ഏതൊരു ഗ്യാസിന്റെയും ടി സി, പി സി ആൻഡ് വി സി ആർ കോൺസ്റ്റന്റ്. അത് മാറില്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എപ്പോഴും ഒന്ന് തന്നെ, അതിന്റെ പി സി എപ്പോഴും സെയിം തന്നെ, അതിന്റെ വി സി എപ്പോഴും സെയിം തന്നെ. ആൻഡ് ദീസ് 3 കോൺസ്റ്റന്റ്സ് ആർ കോൾഡ് critical constants. TC, PC and VC are called critical constants.